എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ്സിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 250 ഗ്രാം ചിക്കനാണുള്ളത്. എല്ലോട് കൂടിയുള്ള പീസുകളാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടുള്ള ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു വലിയ ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മസാലപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു വലിയ ടീസ്പൂൺ നിറച്ച് ഗരം മസാലപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചിക്കൻ വറുക്കുമ്പോൾ ചില ആളുകൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാറില്ല. പക്ഷേ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് വറുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കോൺഫ്ലോർ ആണ്. അപ്പോൾ കോൺഫ്ലോർ ഞാനൊരു ടേബിൾ സ്പൂണാണ് നമ്മുടെ ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയാണ് നമുക്കിതിലേക്കുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് വേറൊന്നുമല്ല, നമ്മുടെ കടലമാവാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കടലമാവ് ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കന് ഒരു ക്രിസ്പിനെസ് കൂടും. അപ്പോൾ കടലമാവും കോൺഫ്ലവറും കൂടി ആകുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു ടെക്സ്ചർ നമ്മുടെ ചിക്കന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കടലമാവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതിലൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ആ ചിക്കനിൽ ആ വെള്ളം കൊണ്ട് വേണം നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഒരു തുള്ളി വെള്ളം പോലും എക്സ്ട്രാ നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ, അത് മാത്രം മതിയാകും. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 10 മിനിറ്റ് ധാരാളം മതിയാവും. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് മുക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണ ഇവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് നമ്മുടെ ഈ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഒരുപാട് തിക്കി നിറച്ചിടരുത്. അതായത് ആ എണ്ണയിൽ കൊള്ളാവുന്ന അത്രമാത്രം ഇടരുത്. ഒരുപാട് നിറച്ചിട്ട് കഴിഞ്ഞാൽ അത് അത്രത്തോളം നന്നായി വരില്ല. നമ്മളിതിൽ കടലമാവും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഇടുക. ഒത്തിരി ക്രൗഡഡ് ആക്കിയിട്ട് നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് വന്ന ശേഷം നമ്മൾ മറു സൈഡും കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് മതിയാവും ഒരു സൈഡ് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ടോട്ടൽ നമുക്കൊരു 6-7 മിനിറ്റ് ഉണ്ടെങ്കിൽ ഈ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ വറുത്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിതിൽ നാരങ്ങനീരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ ചിക്കന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. ഒരു ചെറിയ പുളിയും അതുപോലെ തന്നെ ചിക്കൻ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് മുരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ചിക്കൻ ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ്സൊക്കെ കുറയും. കാരണം നമ്മളിതിൽ കടലമാവും കൂടെ ചേർത്തിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ചൂടോടുകൂടി നമ്മൾ ഈ ചിക്കൻ കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈസി ആയിട്ടുള്ള ഈ ചിക്കൻ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി അടുത്തൊരു ദിവസം നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.